ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് തനി നാടൻ രീതിയിലുള്ളൊരു വെള്ളരിക്ക മോരുകറിയുടെ വീഡിയോ ആയിട്ടാണ്. അപ്പോൾ ഞാൻ ഈ കറിയിൽ കാന്താരി മുളകൊക്കെ ചേർത്തിട്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത്. നമ്മൾ പച്ചമുളകൊക്കെ ചേർത്തിട്ട് ഉണ്ടാക്കുന്ന മോരുകറിയേക്കാൾ കൂടുതൽ ടേസ്റ്റ് ആയിരിക്കും കാന്താരി മുളകൊക്കെ ചേർത്തിട്ട് ഉണ്ടാക്കുമ്പോൾ. കാന്താരി മുളക് ചേർത്തിട്ടുണ്ടാക്കുന്ന കറിക്ക് പ്രത്യേക ഒരു രുചിയും അതേപോലെ തന്നെ നല്ലൊരു മണമൊക്കെ ആയിരിക്കും. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കണ്ടു നോക്കാം. ഞാനിതിനു വേണ്ടി ഒരു വെള്ളരിക്ക അതിൻ്റെ തോലൊക്കെ കളഞ്ഞതിന് ശേഷം ഒന്ന് കഴുകി കുറച്ച് വലിയ സൈസിലുള്ള കഷ്ണങ്ങളാക്കി എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 3/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഇത് വേവാൻ ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിതിലേക്ക് 1.5 ഗ്ലാസ് വെള്ളമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം അടച്ചു വെച്ച് കുക്ക് ചെയ്യാം. ഈ സമയം ഇതിലേക്ക് വേണ്ട തേങ്ങയൊന്ന് അരച്ചെടുക്കാം. ഞാൻ ഇതിനു വേണ്ടി 7 ടേബിൾ സ്പൂൺ തേങ്ങ എടുത്തിട്ടുണ്ട്. അതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ ജീരകവും പിന്നെ ഒരു 12 കാന്താരി മുളകും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് അധികം എരിവില്ലാത്ത കാന്താരി മുളകാണ്, അതുകൊണ്ടാണ് ഞാൻ 12 എണ്ണം എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ഒരു 1/4 ഗ്ലാസ് വെള്ളവും കൂടി ഒഴിച്ച് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. പിന്നെ എരിവും പുളിയൊക്കെ ചേർക്കുന്ന സമയത്ത് എപ്പോഴും നിങ്ങളുടെ ടേസ്റ്റ് നോക്കിയിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ. ഇപ്പോൾ തേങ്ങ ഞാനിവിടെ നല്ലപോലെ അരച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ചേർക്കുന്നതിന് വേണ്ടി 250 ml കപ്പിന് 1 കപ്പ് തൈര് എടുത്തിട്ടുണ്ട്. അതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടൊന്ന് അടിച്ചെടുത്ത് വെച്ചിട്ടുള്ളതാണിത്. പിന്നെ ഈ തൈരിന് പകരമായിട്ട് മോരാണെങ്കിലും ചേർത്ത് കൊടുത്താൽ മതിയാവും. ഇനി കറി ഒന്ന് തുറന്ന് നോക്കാം. ഇപ്പോൾ ഇതിലെ വെള്ളമൊക്കെ നല്ലപോലെ വറ്റി വന്നിട്ടുണ്ട്. അതുപോലെ വെള്ളരിക്കയൊക്കെ നല്ല പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട്. നമ്മൾ ഈ മോരുകറി ഉണ്ടാക്കുന്ന സമയത്ത് കഷ്ണങ്ങളൊന്നും ഒരുപാട് വെന്തങ്ങ് ഉടഞ്ഞ് പോകാൻ പാടില്ല. അങ്ങനെയാകുമ്പോൾ കറിക്ക് വലിയ ടേസ്റ്റൊന്നും ഉണ്ടാവില്ല. ഇനി ഇതിലേക്ക് അരച്ചു വെച്ചിട്ടുള്ള തേങ്ങയും പിന്നെ ഗ്രേവിക്ക് ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. പിന്നീട് ഇതൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് ആ തേങ്ങയുടെ പച്ചമണമൊക്കെ മാറി വരുന്നത് വരെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. കറി ചെറുതായിട്ട് തിളച്ച് വരുന്ന സമയം ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കറി ഇപ്പോൾ നല്ലപോലെ തിളച്ച് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചതിന് ശേഷം ഇതിലേക്ക് അടിച്ചു വെച്ചിട്ടുള്ള തൈര് കൂടി ചേർത്ത് കൊടുക്കാം. തൈര് ചേർത്തതിന് ശേഷം ഇത് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ഇല്ലെങ്കിൽ ഇതിൻ്റെ ചെറിയൊരു ചൂട് കൊണ്ട് തന്നെ തൈര് പിരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഇതിന് തിളപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ചെറിയ തീയിലിട്ട് 2-3 മിനിറ്റ് ഒന്ന് ചൂടാക്കിയെടുത്താൽ മാത്രം മതിയാവും. കറിയിൽ ഉപ്പ് കുറവായതുകൊണ്ട് ഞാൻ കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ നിങ്ങൾക്ക് ഈ കറി കുറച്ചുകൂടി ഗ്രേവി ആയിട്ടാണ് വേണ്ടതെങ്കിൽ ഈ സമയം ഒരു 1/2 ഗ്ലാസ് ചൂടുവെള്ളം കൂടി ഒഴിച്ചു കൊടുത്താൽ മതിയാവും. അപ്പോൾ ഞാൻ തേങ്ങ ചേർക്കുന്ന സമയത്ത് തന്നെ ഗ്രേവിക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. കറി ഇപ്പോൾ ചെറുതായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇത് അടുപ്പത്ത് നിന്ന് മാറ്റി വെക്കാം. ഇനി ഒരു ചീനച്ചട്ടിയിൽ 2.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി വരുന്ന സമയം ഇതിലേക്ക് 1 ടീസ്പൂൺ ഉലുവ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നീട് ഇതിലേക്ക് 2 വറ്റൽമുളക് കൂടി ഇട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചതിന് ശേഷം കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ തനി നാടൻ രീതിയിലുള്ള വെള്ളരിക്ക മോരുകറി ഇവിടെ റെഡിയായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഇത് വീട്ടിൽ ഉണ്ടാക്കി നോക്കണം, അഭിപ്രായം പറയണം. എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലിയൊക്കെയായി വീഡിയോ ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം.